ഇന്ത്യയുടെ ഭൂതകാലം പഠിക്കുമ്പോൾ ഇന്ത്യ ഒരു ഹിംസയുടെ രാഷ്ട്രമായിരുന്നു. കൊന്നും കൊലവിളിച്ചും നടന്നിരുന്ന ഒരു രാജ്യം. അപ്പോൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കാരണം മഹാത്മാഗാന്ധിയാണ്. 293 സീറ്റ് പിടിച്ച് NDA വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ് കേന്ദ്രത്തിൽ. അതോടൊപ്പം 233 സീറ്റുമായിട്ട് ഇന്ത്യ സഖ്യവും തൊട്ട് പറയുന്നുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ BJP സർക്കാർ രൂപീകരിക്കും. അതിന് വല്ല എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ബോബിയെ സംബന്ധിച്ച്? ധാർമ്മികമായിട്ട് ഇരിക്കാനുള്ള അവകാശമില്ല. കാരണം BJP ഏകാധിപത്യ പ്രവണത കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നത്. അപ്പോൾ ഏകാധിപത്യമായ രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അവിടെ ജനാധിപത്യം വാഴുന്നില്ല. ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല പ്രവർത്തനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം BJP വീണ്ടും അധികാരത്തിൽ കൂട്ടുകക്ഷിയെല്ലാം പിടിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ വിരുദ്ധ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പം ജനങ്ങളുടെ ഇച്ഛയെ മാനിക്കാത്തൊരു പാർട്ടിയാണ് BJP. അപ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. അത് സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണിക്കേ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രാദേശിക കക്ഷിയെ കൂട്ടുപിടിച്ച് അധികാരത്തിലേറുക എന്നുള്ളതൊരു ലജ്ഞാവഹമായ കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതി അവർക്ക് അവരുടേതായ സ്വന്തം അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് BJPക്കെതിരെ പറയായിരുന്നു ഇവിടെ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ട്, അതുപോലെ തന്നെ മെഷീനിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം അങ്ങനെയൊരു കള്ളത്തരം കാണിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു വെറുതെയുള്ള പ്രചരണങ്ങളല്ലായിരുന്നോ? കള്ളത്തരം കാണിച്ചില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഡൽഹിയിൽ ഇവിടെ കേജ്രിവാൾ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ഒറ്റ സീറ്റ് വരെ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയില്ല. അതിന് ഒരു കാരണമുണ്ട്. അത് അഴിമതിക്കെതിരെ ഒരു തുറന്ന പോരാട്ടമായിട്ടാണ് കേജ്രിവാൾ വന്നത്. പക്ഷേ കേജ്രിവാളിൻ്റെ ഭരണത്തിൽ തന്നെ ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയും അവരുടെ മന്ത്രിമാരും അല്ലെങ്കിൽ നിയമസഭാ സാമാജികരും ഒത്തിരി ക്രമക്കേട് നടത്തുന്നതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടല്ലേ അവിടെ അങ്ങനെ സംഭവിച്ചേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്നും തെളിയിച്ചിട്ടില്ല. അതൊരു ന്യൂനതയാണ്. അപ്പോൾ ആരോപണം ആർക്ക് വേണേലും ഉന്നയിക്കാം. അത് ചെയ്തു ഇത് ചെയ്തു കള്ളത്തരം കാണിച്ചത്. സാറ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പം ഈ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഭാവി മാത്രം തീരുമാനിച്ചാൽ പോരാ, ഭൂതകാലം പഠിക്കണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലായിരുന്നു. ഇന്ത്യയുടെ ഭൂതകാലം എന്നതാ, ഇതിപ്പം അഹിംസയിൽ ഊന്നിയ ഒരു രാജ്യമല്ലായിരുന്നു. അത് ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങളിൽ ഊന്നി വന്നത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ്. ഇന്ത്യയുടെ ഭൂതകാലം പഠിക്കുമ്പോൾ ഇന്ത്യ ഒരു ഹിംസയുടെ രാഷ്ട്രമായിരുന്നു. കൊന്നും കൊലവിളിച്ചും നടന്നിരുന്ന ഒരു രാജ്യം. അപ്പോൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കാരണം മഹാത്മാഗാന്ധിയാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിലൂടെ രൂപം കണ്ടതാണ് 947 ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകുന്നത്. അതിനു മുമ്പൊരു ഹിംസയുടെ രാഷ്ട്രമായിരുന്നു. അതിപ്പം ആർക്കും തന്നെ ഇപ്പോൾ ഒരു ചിന്തയിലില്ല. അപ്പോൾ ആ പഴയ ജീനുകൾ ഇപ്പോഴും കിടക്കുന്നതിൻ്റെ ഭാഗമാണ് ഇവിടെ കുതികാല് വെട്ടും ഇവിടുത്തെ അരാഷ്ട്രീയതയും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂതകാലത്തിൻ്റെ ആ ചെയ്തികൾ ഇന്നും ഇന്ത്യൻ ജനതയിൽ അവശേഷിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഈ തിരിമറിയും ഈ ചൂതാട്ടവും പൈസ കൊടുത്ത് ആൾക്കാർ MP-മാരെ മാറ്റലും ഇതെല്ലാം സംഭവിക്കുന്നത് ഭൂതകാലത്തിലുള്ള ആ ജീനുകൾ ഇന്നും ഇന്ത്യൻ ജനതയിൽ അവശേഷിക്കുന്നതിൻ്റെ തെളിവാണ്. ഈ ഇന്ത്യ അല്ലാണ്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇതുപോലെ ജനാധിപത്യം നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നതായിട്ട് ബോബിക്ക് അറിയാമോ? ജനാധിപത്യം നിൽക്കുന്ന പല രാജ്യങ്ങളുണ്ട്. നമ്മുടെ യൂറോപ്പിൽ ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ഫ്രാൻസ് ഇങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം തഴച്ചു വളരുന്ന ഒരു രാജ്യമാണ്. ജനാധിപത്യം തഴച്ചു വളരുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തെ ചലിപ്പിക്കുന്നത് 4 സംഭവങ്ങളാണ്, 4 പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അടിസ്ഥാന മേഖല, വ്യവസായ മേഖല, അതുപോലെ സേവന മേഖല, വിപണന മേഖല. അപ്പോൾ ഈ 4 മേഖലയും ഒരേ രീതിയിൽ സന്തുലനം പാലിച്ച് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നിലകൊള്ളുന്ന രാഷ്ട്രങ്ങളാണ് യഥാർത്ഥ ജനാധിപത്യ രാജ്യം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തുല്യ രീതിയിലാണ് വളർച്ച എന്ന് പറഞ്ഞാൽ
എല്ലാ മേഖലയിലും നിൽക്കുന്ന ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിലാണ് അവിടുത്തെ രാഷ്ട്രീയ സംവിധാനം. അപ്പം ജനങ്ങളുടെ ഇച്ഛ അനുസരിച്ച്, ജനങ്ങളുടെ ഇച്ഛയെ മുൻനിർത്തിയാണ് അവിടുത്തെ ജനാധിപത്യം വളരുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും അതിൻ്റെ പോരായ്മ അടിസ്ഥാന മേഖലയെ മാത്രം തകർത്ത് ബാക്കി 3 മേഖലകളും, വ്യവസായ മേഖലയും സേവന മേഖലയും വിപണന മേഖലയും വളർച്ച പ്രാപിക്കുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യത്ത് അടിസ്ഥാന മേഖലയെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതൊരു ദുഃഖകരമായ സത്യമാണ്. അതിന് മാറ്റം ഉണ്ടാകണം. അപ്പോൾ അടിസ്ഥാന മേഖലയും ബാക്കി 3 മേഖലകൾക്കൊപ്പം മുൻതൂക്കം നൽകി അവരെ അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഇതൊരു ജനാധിപത്യ രാജ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ അടിസ്ഥാന മേഖല എന്ന് ഉദ്ദേശിക്കുന്നത് ബോബി ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കാർഷിക മേഖലയാണ്. അപ്പോൾ ഇവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആ മേഖല, കാർഷിക വിളകൾ, അപ്പോൾ പിന്നെ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഗവൺമെൻറ് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. അപ്പോൾ ഈ മേഖല തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. അപ്പം കഠിനമായ ജോലി ചെയ്തിട്ടും 1 ഇഞ്ച് മുന്നേറാൻ സാധിക്കാത്ത അവസ്ഥ. അതാണ് അടിയെ കൊണ്ടുപോകുന്നു, അടി വലിക്കുന്നു. ജോലിയുടെ കുറവുകൊണ്ടല്ല ഇവിടെ നമുക്ക് ഈ അടിസ്ഥാന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പണം എത്താത്തത്. അപ്പോൾ അവൻ്റെ തകർക്കുന്ന നയങ്ങൾ, രാഷ്ട്രീയ നയങ്ങൾ ആ മേഖലയ്ക്ക് എതിരാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും ആ മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ളത് ഒരു കാര്യം, യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കണം, ജനം മനസ്സിലാക്കണം. ജനം തിരിച്ചറിയുന്ന ദിവസം ഇന്നത്തെ ഈ നേതാക്കളെല്ലാം ഔട്ടാവും.